മിക്ക നയാഗ്ര ഫോൾസ് സന്ദർശിക്കാൻ മുന്നേ ആളുകൾ വിചാരിച്ചേക്കണം ഇവിടെ ആകെ 2 ഫാൾസ് ഉള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ 3 ഫാൾസ് ഉണ്ട്. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നിപ്പോൾ ഉള്ളത് ബാക്കിൽ കണ്ട ചിലർക്കെങ്കിലും മനസ്സിലാവും തോന്നും, ഇപ്പോൾ ഉള്ളത് നയാഗ്ര ഫോൾസിലാണ്. നമ്മളിവിടെ വരാൻ കാരണം എന്താ വെച്ചാൽ ഇവൻ നമ്മുടെ ക്യാമറമാൻ ദിലീപ് കാനഡയിൽ വന്നിട്ട് കുറച്ച് വർഷങ്ങളായി, കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചധികം വർഷങ്ങളായി. പക്ഷെ പുള്ളി ഇതുവരെ നയാഗ്ര ഫോൾസോ നയാഗ്ര ഏരിയ ടൊറന്റോ ഏരിയ ഒന്നും വലിയ കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ല. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ ഒട്ടാവ എന്നൊരു സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ ഇന്നലെ ഇവൻ എൻ്റെ അടുത്ത് നയാഗ്ര ഫോൾസ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു അവനെ പുച്ഛിച്ച് തള്ളി. പക്ഷേ സംഭവം എന്താ വെച്ചാൽ ഞാൻ അവൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ച് നോക്കിയപ്പോൾ സംഭവം ശരിയാണ്. അവൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ കുറ്റമല്ല, അവൻ ഇവിടെ നിന്ന് ഒരുപാട് ദൂരെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് നയാഗ്രയ്ക്ക് മൂവ് ചെയ്തത്. അപ്പോൾ ഞാനിവനെ ശരിക്കും ഇവിടെയുള്ള ഏരിയകളൊക്കെ ഒന്ന് കറങ്ങി ഒന്ന് കാണിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അടുത്തടുത്തുള്ള വ്ളോഗുകളായിട്ട് വരും. അപ്പോൾ ഞാനിവനെ ഫോൾസിലേക്ക് അങ്ങോട്ട് പോകണം, ഫോൾസിലേക്ക്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടേക്ക് പോവാം. ദിലീപേ, എൻ്റെ ബാക്കിൽ കാണാണ് ഹോഴ്സ്ഷൂ ഫാൾസ്. മിക്ക നയാഗ്ര ഫോൾസ് സന്ദർശിക്കാൻ മുന്നേ ആളുകൾ വിചാരിച്ചേക്കണം ഇവിടെ ആകെ 2 ഫാൾസ് ഉള്ളതാണ്. ഒന്ന് ഹോഴ്സ്ഷൂ ഫാൾസ്, പിന്നെ അമേരിക്കൻ ഫാൾസ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ 3 ഫാൾസ് ഉണ്ട്. ഹോഴ്സ്ഷൂ ഫാൾസ് ഉണ്ട്, അമേരിക്കൻ ഫാൾസ് ഉണ്ട്, പിന്നെ ബ്രൈഡൽ വെൽ ഫാൾസ് ഉണ്ട്. ഒന്നിന് ഇപ്പോൾ നീ ഹോഴ്സ്ഷൂ ഫാൾസ് കണ്ടോ, പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ബാക്കി 2 കൂടെ കാണാം. പോലെ കണ്ട അടുത്ത സ്ഥലം പറഞ്ഞാടോ എൻ്റെ കാണൽ കഴിഞ്ഞാ. ശരിക്കും പറയാം എന്ത് ഭംഗിയുള്ള സ്ഥലം നോക്കിയല്ലേ, എത്ര തവണ കണ്ടാലും മതി വരില്ല, ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി വൈബ്. നമ്മൾ ആദ്യത്തെ വാട്ടർഫോൾസ് കഴിഞ്ഞിട്ട് ഇപ്പോഴേ 2ാമത്തെ വാട്ടർഫോൾസിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ അമേരിക്കൻ വാട്ടർഫോൾസ് അല്ലേ? അമേരിക്കൻ വാട്ടർഫോൾസും പിന്നെ ചെറിയൊരു വാട്ടർഫോൾസും ഉണ്ട് അമേരിക്കൻ വാട്ടർഫോൾസിന്റെ കൂടെ തന്നെ. നമ്മൾ അമേരിക്കൻ ഫോൾസ് കാണാൻ വേണ്ടി ഇവിടെ വന്നതാണ്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ ഇതാ ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടേക്കാണ്. പിന്നെ നമ്മൾ അങ്ങോട്ട് കടത്തി വിടില്ല. നയാഗ്ര ഫോൾസിൻ്റെ നമ്മുടെ അമേരിക്കൻ വ്യൂ ഒന്ന് മര്യാദയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ആ അമേരിക്കൻ വ്യൂവിൻ്റെ കറക്റ്റ് ഫ്രണ്ടിലേക്ക് പോയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയത്. പക്ഷേ ഇവിടുത്തെ ട്രാഫിക് സൈൻസ് വെച്ചിട്ട് ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞു. 10 മണിയാകുമ്പോൾ ഫയർ വർക്ക്സ് ഉണ്ട്. ഇനിയിപ്പോൾ ഫയർ വർക്ക്സ് കഴിഞ്ഞാലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്ന് തൽക്കാലം നമുക്ക് ഈ ഒരു സൈഡ് ആംഗിൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അമേരിക്കൻ ഫോൾസ് ഇവിടെ നിന്ന് കാണാം, പക്ഷേ നേരെ ഉള്ളൊരു വ്യൂ ഉണ്ടാവില്ല നമ്മൾ. നീ ഇപ്പോൾ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നതാണ് അമേരിക്കൻ ഫോൾസ്. പക്ഷെ 3ാമതൊരു ഫാൾസിനായിരുന്നു നിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, അതേതാന്ന് മനസ്സിലായോ? ഈ വലിയ ഫാൾസ് ഉണ്ടോ കണ്ടു. ഇതിൻ്റെ ഇപ്പുറത്തൊരു പാറയുടെ ഒരു ഇതുണ്ട്, ബ്ലോക്ക്. ഇപ്പുറത്തൊരു ചെറിയ ഫാൾസ്, അതാണ് ബ്രൈഡ് ഫാൾസ്. ഇതെന്തോന്നടേ, ഇത് ആളെ പറ്റിക്കാണോ? അങ്ങനെയുണ്ട്, കൃത്യമായിട്ട് പറ്റിച്ചല്ല. അതെ, അതെന്താ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ഫോൾസ് ആണോ? അതിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അപ്പൊ ആ ചെറിയ ഫോൾസ് ആയതുകൊണ്ട് അങ്ങനെ പേരിട്ടെന്നാണ് എൻ്റെ അറിവ്. അങ്ങനെ തന്നെ ആയിരിക്കണം. തള്ളാണോടേ? തള്ളല്ല. അങ്ങനെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് പറയാതിരിക്കാൻ വയ്യ. സെറ്റപ്പ് ആയിരുന്നു. താങ്ക് യു അഖിൽ ബ്രോ. എന്നുവെച്ചാൽ വേറെ ലെവല്. എനിക്ക് അവിടെ നിന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുവരായിരുന്നു അഖിൽ ഭായ്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടൈപ്പ് വാട്ടർഫോൾസ്, അതിൻ്റെ ഇടയിൽ പല പല സ്ഥലത്തു നിന്ന് വന്ന ആൾക്കാരൊക്കെ കാണാൻ എന്ത് രസമാണെന്നറിയോ? സ്ഥലങ്ങളും ഒക്കെ കാണാൻ പല ടൈപ്പ് ആൾക്കാർ, പല രാജ്യത്തു നിന്നും പല റേസ് ആൾക്കാർ. നമ്മള് ശനിയാഴ്ചകളിലുള്ള തിരക്ക് ഇതല്ല, ഇതിൽ നല്ല തിരക്ക് വരും. ഇപ്പൊ നമ്മള് ഈ റോട്ടിലൊക്കെ പോണ വണ്ടിയൊക്കെ ഒരു ബ്ലോക്ക് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ അത്ര തിരക്കാ ഇവിടെ. ഇതില് പോണ വണ്ടികളൊക്കെ വേറെ റൂട്ടിലേക്കൊക്കെ തിരിച്ച് ഇവിടെ മൊത്തം ആളുകൾ ഇങ്ങനെ നടന്ന അത്ര തിരക്കാ ഇവിടെ. ഓരോ സീസണിലും നല്ല ഭംഗിയാണ് ഫാൾസ്. ഫോൾ സീസൺ ആകുമ്പോൾ ആ ഇലകളൊക്കെ ഒരു കൊഴിയാനായിട്ട് നിൽക്കണ ആ ഒരു ടൈമും, പിന്നെ വിൻ്ററിൽ മഞ്ഞും, പിന്നെ ക്രിസ്മസിൻ്റെ ഒരു ടൈം ആകുമ്പോൾ ഇവിടെ ഈ പാർട്സ് മൊത്തം ലൈറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് പല പല ഷേപ്പുകളിൽ ലൈറ്റ്സ് ഒക്കെ ചെയ്ത് ഭയങ്കര നല്ല രസമാണ് ഫാൾസ് എപ്പോഴും. എന്തായാലും നമ്മുടെ വീഡിയോൻ്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോൾസ്, നയാഗ്ര ഫോൾസ് ഒന്ന് കാണാമെന്നായിരുന്നു.
അതെന്തായാലും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നയാഗ്രയിലെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ്. അപ്പോൾ നമ്മുടെ ദിലീപ് ബ്രോ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളും ഈ വീഡിയോ കണ്ട് ഹാപ്പി ആയിരിക്കും ഞാൻ വിചാരിക്കണം. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. Thank you so much for watching. I'll see you with another video.